ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുൻപിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. യുക്തി നിങ്ങളെ ഒരു നിശ്ചിത ദൂരം മാത്രമേ എത്തിക്കൂ, എന്നാൽ ഭാവന എല്ലായിടത്തും സഞ്ചരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയേക്കാൾ ശക്തനാണ്. ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ആദ്യത്തെ തെറ്റ്. ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നമ്മൾ സ്നേഹിക്കുന്നവരെ എല്ലാം തിരിച്ച് അതുപോലെ സ്നേഹിക്കും എന്ന തോന്നൽ മൂന്നാമത്തെ തെറ്റ്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു, പക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. ആരോടെങ്കിലും മോശമായി സംസാരിക്കാൻ തോന്നുമ്പോൾ വായ് മൂടിക്കെട്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ പക്വത. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും. മുൻപോട്ട് പോകാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. 1000 ആൾക്കാർ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സ്വപ്നത്തിലെത്താൻ നിങ്ങൾ പോരാടണം. അതിനായി നിങ്ങൾ ത്യാഗം സഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം. വാക്കുകൾ കൊണ്ട് വാഗ്ദാനം നൽകാൻ എളുപ്പമാണ്, പ്രവർത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കലാണ് പ്രയാസം. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ്. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു മണ്ടനാണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തി അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള പക്വത ഉണ്ട് എന്നാണ്. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും, വിഡ്ഢി അതിന്റെ അടിമയായി മാറും. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാകുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നതാണ്. നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെയല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുത്തുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവന്റെ കണ്ണുനീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. അംഗീകരിക്കാൻ മനസ്സിലാത്തവരുടെ മുന്നിൽ അർഹതയെ ചോദിച്ചു വാങ്ങരുത്. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ആളുകൾ എന്തു വിചാരിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത്. അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നമ്മെ ഒത്തിരി വിഷമിപ്പിക്കും.
നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. നമ്മുടെ പരാജയങ്ങളിലും തകർച്ചകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ മറക്കാതിരിക്കുക. അവരാരും നമ്മളിലുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നമ്മളെ സ്നേഹിച്ചു വന്നവരാണ്. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയറ്റവന്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. തെറ്റ് ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ പഠിക്കുക, അത് എത്ര ചെറിയ തെറ്റാണെങ്കിൽ പോലും. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ്. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. നിങ്ങൾ തോൽക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങൾ വിജയിക്കാൻ തീരുമാനിക്കുക എന്നതാണ്. ക്ഷമയോടിരിക്കുക. ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും. അതുവരെ കരുതിയതൊന്നുമല്ല സത്യമെന്ന് കാലം കാണിച്ചു തരും. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും തോറ്റുപോകും. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, കൂടെ നിർത്താനേ കഴിയൂ. നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത്. ജനനം എളുപ്പമാണ്, മരണം അതിനുമേറെ നിസാരമാണ്. പക്ഷേ ഇതിനിടയിലുള്ള ജീവിതമാണ് ഏറ്റവും ദുർഘടം. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ. ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണത്. ജീവിതമാണ് പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യരാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേടണം. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല, മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ചെറിയ ജീവികളാണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ദുർബലരല്ല, ശക്തി തിരിച്ചറിയാത്തതാണ് പ്രശ്നം. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല.
അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിച്ചു, എന്നിട്ടും അവർ പഴയ ആവേശത്തോടെയും ബഹുമാനത്തോടും കൂടി തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, തീർച്ചയായും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നിങ്ങൾ എന്തിനോ വേണ്ടി നിലകൊണ്ടു എന്നാണ്. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വില അറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. നമ്മുടെ വില അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. മുതലെടുക്കുന്നവരുടെ അല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. മരണം കൊണ്ട് പോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. സ്ത്രീകൾക്ക് വേദന സഹിക്കാനുള്ള കഴിവ് പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. അതിനുള്ള കാരണം സ്ത്രീകളുടെ മസ്തിഷ്കത്തിൽ പുരുഷനേക്കാൾ ഇരട്ടി പെയിൻ റെസിപ്റ്റോസ് ഉണ്ടെന്നുള്ളതാണ്. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക. നഷ്ടപ്പെടുമെന്ന് പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും. ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് കരുതി നിരാശരാവരുത്. കാരണം ഇന്നില്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും. അപ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. ഒരു വിഡ്ഢിയുടെ പക്കൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നതിനേക്കാൾ ഭേദം ഒരു ദുഷ്ടന്റെ പക്കൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നതാണ്. എത്ര കഠിനമായ പരിതസ്ഥിതിയിലും തന്റെ ലക്ഷ്യത്തിന് നേരെ ചുവട് വെച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എന്നാൽ ക്ഷമ ശക്തിയുടെ ആയുധമാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സു നിറഞ്ഞ് സ്നേഹിച്ചവരെയാണ്. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ചെയ്യാനും സന്തോഷവാനായിരിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളെക്കാളും നിങ്ങൾ ജീവിതത്തിൽ മുന്നിലാണ്. മുള്ളുകളില്ലാത്ത പാത കാണുമ്പോൾ ഒന്നോർത്തോളൂ, അത് നിങ്ങളെ ഒരിടത്തും നയിക്കില്ല. പിരിയാനൊക്കെ വളരെ എളുപ്പമാണ്,
എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട്. ധനം നൽകാൻ ആഗ്രഹിക്കുന്ന കൈകൾ പലപ്പോഴും ശൂന്യമായിരിക്കും. നിറഞ്ഞ കൈകൾക്ക് അതിനുള്ള മനസ്സും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക, അത് നിങ്ങളെ സംരക്ഷിക്കും. ഒരു പുരുഷൻ സ്ത്രീയോട് വികാര നിർഭയമായി പറയുന്ന കാര്യങ്ങൾ അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ്. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. ഒരാളെ അപമാനിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടാൻ പോകുന്നു. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ട് അത്യാവശ്യമാണ്. ജീവിതം അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെയാകാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു. അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ വിഡ്ഢികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ടാകുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അത് കേവലം വാക്കുകൾ മാത്രമായിരിക്കാം, പക്ഷേ ചിലർക്കത് ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാവാം. വന്നു പോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുക്കുന്നതിന്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തരുതെന്ന് ഉറപ്പിക്കുക. കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. 1000 വട്ടം ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നന്നായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നുവെന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിന് മുന്നിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. നാം കളിമണ്ണിനെ ഒരു പാത്രമാക്കി മാറ്റുന്നു. എന്നാൽ അതിനുള്ളിലെ ശൂന്യതയാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൾക്കൊള്ളുന്നത്.
ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു. നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാവാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. പരസ്പരം കേൾക്കാനും ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവർത്തികളുമാണ്. എല്ലാ നിഷേധാത്മകമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സ് നിറഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും. ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിനാരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരു പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നെക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്തു മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് ജീവിതം. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും അവരുടെ ഓർമ്മകളിൽ ഉണ്ടാകുകയില്ല. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ചകലം നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. സ്വപ്നങ്ങളുടെ ശക്തിയെയും മനുഷ്യാത്മാവിന്റെ സ്വാധീനത്തെയും ഒരിക്കലും കുറച്ചു കാണരുത്. മഹത്തായ സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ദൈവത്തെ കാണുന്നില്ല എന്ന് പറയരുത്. വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ച എല്ലാവരും ദൈവമാണ്. എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം ആഗ്രഹത്തിൽ നിന്നാണ്. ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ഫലം നൽകുന്നു. നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടമായാൽ സ്വന്തം അസ്തിത്വം പോലും നിങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. ഓരോ മനുഷ്യർക്കും അവരുടേതായ വിലയുണ്ട്. പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും സംസാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ മറ്റൊരാളോടും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദയാലുവായിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുക. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. തോൽവിയിൽ തുടരുന്നവരല്ല, തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. നമ്മൾ ഏതൊരു കാര്യത്തിലും ഭയപ്പെടുന്നതെല്ലാം വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ്. കാര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാനായാൽ ഒരിക്കലും ഭയമുണ്ടാകില്ല. നമ്മളെ വേണ്ടാത്തവർക്കായി കരയാനുള്ളതല്ല ജീവിതം, അത് നമ്മളെ സ്നേഹിക്കുന്നവർക്കായി ജീവിക്കാനുള്ളതാണ്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ചെവിയുടെ അടുത്ത് തന്നെ വായുമുണ്ടെന്ന് ഓർമ്മ വേണം. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല.
ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല. ഉള്ളിൽ നീറുമ്പോഴും പുറമെ ചിരിക്കണം. കാരണം സങ്കടങ്ങൾ അത് നമ്മുടെ മാത്രം സ്വകാര്യതയാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെ ഓർമ്മകളിലും ഉണ്ടാകുകയില്ല. യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. നിങ്ങളിൽ അഹങ്കാരം നിറയുകയാണെങ്കിൽ ജ്ഞാനത്തിന് ഇടമുണ്ടാകില്ല. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും. പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നതിനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. അറിവ് ഒരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക. ആർക്കും ആരെയും സ്നേഹിച്ച് മതിയാവില്ല. സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനുമാവില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. സൈക്കോളജി പറയുന്നു, ഒത്തിരി സംസാരിക്കുന്ന സ്ത്രീകളും കുറവ് സംസാരിക്കുന്ന പുരുഷന്മാരുമാണ് ഏറ്റവും നല്ല ജോഡികൾ. അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. മറ്റുള്ളവരുടെ നാവിൽ നിന്നും ഒരാളെയും അറിയാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെയാകില്ല. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാക്കുക, ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളന്ന്. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മാഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ്. ചില വേദനകളുണ്ട്, മനസ്സിൽ താങ്ങാനും പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല, പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മൂലധനമായി മാറണം. ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു. നീ അവഗണിച്ച ശേഷവും ഒരൽപ്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യപൂർവ മനുഷ്യരാണവർ. വിജയിക്കാൻ വാശി നല്ലതു തന്നെ, പക്ഷേ ദുർവാശിയായാൽ ഫലം വിപരീതമായിരിക്കും. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല.
ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടക്കണം, എത്ര പ്രിയപ്പെട്ട ഹൃദയങ്ങളിൽ നിന്നായാലും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റുന്നതാണ്. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്, കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. പെൺകുട്ടികൾ അവരുടെ കാമുകനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്. അതൊരു പക്ഷേ പ്രകടിപ്പിക്കില്ലെന്ന് മാത്രം. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും.